ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുളകിട്ട ഒരു മുട്ടക്കറിയാണിത്. വളരെ ടേസ്റ്റുമാണ്. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ എത്ര ചോറ് കഴിച്ചാലും നമുക്ക് മതി വരാത്ത പോലെ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിൽ വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്താൽ മതിയാകും. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേ പിളർന്ന് അത് 2ആക്കി കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ ചേർക്കുമ്പോഴേക്കും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. എരിവ് കുറവുള്ള ചില പച്ചമുളകില്ലേ, നല്ല വലിയ ജാതി, വലിയ സൈസിലുള്ള പച്ചമുളകായിരിക്കും, നല്ല പച്ച നിറമായിരിക്കും. അത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു 5-6 കട്ട് ചെയ്ത് ചേർത്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്രേവിക്ക് നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു 5-6 കട്ട് ചെയ്ത് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാം. സവാളയ്ക്ക് പകരം ഉള്ളിയും ചേർക്കാം കേട്ടോ. ഉള്ളി ചേർത്താൽ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നാടൻ മുട്ടക്കറിയാണല്ലോ, അപ്പോൾ ഉള്ളി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ആ 2 മീഡിയം സവാള ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി സവാളയുടെ നിറം ചേഞ്ച് ആവുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി തുടങ്ങുന്ന ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാശ്മീരി പൗഡർ ചേർക്കുന്നത് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടാനും എരിവ് കുറയാനും വേണ്ടിയിട്ടാണ്. പച്ചമുളക് നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ടേസ്റ്റിനുള്ള ഉപ്പ് നിങ്ങളുടെ കറക്റ്റ് പാകത്തിന് ചേർക്കണം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറയും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് ഈ മസാല നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. അപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് കുക്കാകും. അപ്പോൾ ഇതിൻ്റെ പച്ചമണവും പച്ചക്കുത്തലൊക്കെ മാറിക്കിട്ടും. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേവിക്കുള്ള വെള്ളം ഇനിയാണ് ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് ഈ അരപ്പ് നന്നായിട്ട് അഴിപ്പിച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർക്കുമ്പോഴേക്കും ഈ അരപ്പൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. അതിനുവേണ്ടിയാണ് കുറച്ചായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഞാൻ 2 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 2 മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ട ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യരുത്. കവർ ചെയ്തൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ മുട്ടയൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ടാവും. അതിൻ്റെ ഉണ്ണിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടല്ല, കുറച്ചൊക്കെ. നമ്മൾ ഉടനെ ഇളക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ പൊടിഞ്ഞൊക്കെ പോവും. കറക്റ്റായിട്ട് കുക്കായതിന് ശേഷം മാത്രം നമ്മളിത് ഇതിൻ്റെ താഴത്തുനിന്ന് പിടിച്ചിരിക്കണമൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുക. മുട്ടയൊക്കെ ഏകദേശം കുക്കാകാതെ നമ്മൾ ഉടനെ തന്നെ ഇളക്കുകയാണെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. നമ്മളുടെ അത് കഷ്ണങ്ങളൊക്കെ ആയിപ്പോവും, വിട്ട് പോവും, പിന്നെ ഈ ഗ്രേവിയുമായിട്ട് മിക്സപ്പായി കിടക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ആദ്യമേ ഒന്ന് 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴത്തുനിന്നൊക്കെ വെടിവെച്ച് ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ പുറത്തേക്കൊക്കെ ആക്കിയിട്ട് വയ്ക്കാം. പിന്നെ അതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടി ഞാനിപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഏകദേശം പകുതി
തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് കുക്ക് ചെയ്ത് ഒരു 3 മിനിറ്റും കൂടി കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് തിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് കവർ ചെയ്ത് 3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് പോരാത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സ്പൈസി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുളകിട്ട മുട്ടക്കറിയാണ്, വളരെ ടേസ്റ്റാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപാര ടേസ്റ്റുള്ളൊരു നാടൻ മുട്ടക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.